ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. ഇത് 2 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് വാട്ടർ ടാങ്ക് വെക്കാനാണ്. നമുക്ക് 2 മീറ്റർ എന്ന് പറയുന്നത് 1.5 മീറ്റർ മാത്രമാണ്. നമുക്ക് 1.40 ടാങ്ക് വരുന്നത്, അതിൻ്റെ നീളം വരുന്നത്. വീതി 1 മീറ്ററിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. നമുക്ക് നിന്നിട്ട് അതൊന്ന് ക്ലീനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രെയിം വരുന്നത് 16 ഗേജ് 2.5 പൈപ്പിലാണ് ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 3.1 നമ്മൾ വീതിക്ക് വെച്ചിട്ടുള്ളത്. 3.1 ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പറഞ്ഞ ഒരു 2.5 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സപ്പോർട്ടിന് 2 പൈപ്പ് 2.5 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രെയിം 45 അടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ 2 പൈപ്പ് ഇതുപോലെ തന്നെ 2.5 വെച്ചിട്ട് അടിഭാഗത്ത് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ചെയ്യുന്ന ടാങ്കിൻ്റെ സ്റ്റാൻഡുകൾക്കെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടാങ്കൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ കസ്റ്റമറുടെ ഒരു താല്പര്യത്തിന് മാത്രം ചെയ്തിട്ടുള്ള സ്റ്റാൻഡാണ്. കസ്റ്റമർ പറഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങൾ, പൈപ്പ് തിക്നെസ്സൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ്. 2.5 ഫ്രെയിം 3.1 സെൻറ്ററിൽ വെക്കുന്നതും അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പിൽ നമ്മൾ സാധാരണ 3 അടിക്ക് 2 അടിക്ക് ചുറ്റും വെക്കാറുണ്ടായിരുന്നു. കസ്റ്റമർക്ക് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം സെറ്റാക്കിയിട്ടത് ഫുൾ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫുൾ ടാങ്ക് സ്റ്റാൻഡ് റെഡിയാക്കിയതിന് ശേഷം സൈറ്റിലേക്ക് കൊണ്ടുപോകലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ സ്റ്റാൻഡ് സെറ്റാക്കിയിട്ട് ടോപ്പ് ഭാഗം അഴിച്ചെടുത്ത് 2 പീസായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. 2-ാം നിലയുടെ മുകളിൽ കയറ്റിയിട്ട് നമുക്ക് ഫിറ്റാക്കാനുള്ളതാണ്. അവിടെ കയറി നിന്നിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കയറി നിന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. കയറാൻ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റാക്കുന്നത്. ടോപ്പ് വേറെയും ബാക്കി വരുന്ന ഭാഗം, കാലിൻ്റെ ഭാഗം വേറെ ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വർക്കുകളുടെ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാതെ വരുന്നത്. പരമാവധി നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും നമ്മളിപ്പോൾ വരുന്ന വർക്ക് ചെറിയൊരു മാറ്റമൊക്കെ വരുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഇത് കുറച്ചുകൂടെ ക്യാപ്സ്യൂൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ 2 മീറ്റർ 1.5 മീറ്ററൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാല് നമ്മൾ ചെറിയൊരു ചെരിവിട്ടിട്ട് 2.5 തന്നെ സെറ്റാക്കുകയാണ്. നേരെ കമിച്ച് വെച്ചിട്ട് തന്നെയാണ് സെറ്റാക്കുന്നത്. കറക്റ്റ് 6 അടി ഹൈറ്റും അടിഭാഗം കുറച്ച് വലിച്ചു വെച്ചിട്ട് 4 കാലും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റും പൈപ്പ് ഇതുപോലെ തന്നെ 2 സൈഡിലും കൂടെ 1 ഇഞ്ച് പൈപ്പാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ 1 ഇഞ്ച് വെക്കുന്നത് 2 ഇഞ്ചൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇത് ഓരോരുത്തരുടെ താല്പര്യം, അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഏണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 2.5 കാലോട് കൂടി ചേർന്നിട്ട് തന്നെ നമുക്ക് 1 ഇഞ്ച് പൈപ്പ് കുത്തനെ വെച്ചിട്ട് അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങൾ 1 ഇഞ്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി കസ്റ്റമറുടെ അഭിപ്രായം കൂടെ അന്വേഷിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അവരുടെ ഒരു തൃപ്തിയും കൂടെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്, അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബഡ്ജറ്റ് പറയുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർക്ക് അത് താങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാലിന് 2 സൈഡിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 കാലിനും 4 കാലിൻ്റെയും നമ്മൾ ഏണി വരുന്ന ഒരു ഭാഗം മാത്രമേ ഒഴിവാക്കുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ഇതുപോലെ സപ്പോർട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതിന് ചുറ്റും 3/4 ഇഞ്ച് പൈപ്പ് വെറുതെ ഒരെണ്ണം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ടോപ്പ് അഴിച്ചെടുക്കുമ്പോൾ മേലെ ഭാഗം വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നമുക്ക് വണ്ടിയിൽ കയറ്റാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നോക്കിയിട്ട് അവസാനം അതങ്ങ് കട്ട് ചെയ്തങ്ങ് ഒഴിവാക്കിയിട്ട് 2 കാല് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പം ഈ ഒരു രീതിയിൽ ടോപ്പ് അഴിച്ചെടുത്ത് നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുഡ്സ് ഓട്ടോയിലാണ് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. വണ്ടി വന്നപ്പോൾ അവർക്ക് കയറ്റാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വരുന്ന വലിയ ഭാഗം വരുന്ന 2 സ്ഥലത്തെയും പൈപ്പൊക്കെ മുറിച്ചെടുത്ത് 2 പീസാക്കിയിട്ട് നമ്മൾ വണ്ടി കയറിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്.
നമുക്കത് കുറച്ചുകൂടെ ഒരു ഉപകാരപ്പെട്ടു. കാരണം രണ്ടാം നിലയിലേക്ക് കയറ്റുമ്പോൾ അത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു. കാരണം 3 പേരൊക്കെ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 പേര് കൂടിയിട്ടാണ് ഇത് വലിച്ച് കയറ്റിയിട്ടുള്ളത്. ശരിക്കും 4 പേരെങ്കിലും വേണം, താഴെ 2 പേരും മുകളിൽ 2 പേരും നിൽക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ഉപകാരമായി. ഇനി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ മുമ്പ് ഇതുപോലെ കുറേ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഇതുപോലെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അധികം ആൾക്കാരും സാധാരണ ഇങ്ങനെയല്ല ചെയ്യാറുള്ളത്, ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടെ സൗകര്യം അതാണ്. ഒന്നുകിൽ കോൺക്രീറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് അടിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സൗകര്യം. നമുക്ക് വീണ്ടും ഒരു വർക്കും കൂടെ അധികം വരും. എങ്കിലും നമ്മൾ കസ്റ്റമറുടെ ആ സൗകര്യം കൂടെ നോക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കുകയാണ് ചെയ്തത്. നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വർക്ക് നമുക്ക് ഒരുപാട് നിന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് സകല വീഡിയോയും ചെറിയൊരു ലെങ്ത്ത് മാത്രമേ വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങളുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പരമാവധി വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിതിൻ്റെ എല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ബർഗറിൻ്റെ അപ്പോക്സിയാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പെയിൻറ്റ് കാര്യങ്ങൾ കസ്റ്റമർ ചെയ്യുന്നതാണ്. അതുപോലെ ടാങ്ക് അഴിച്ച് ഫിറ്റ് ചെയ്യുന്നതൊക്കെ പ്ലംബിങ്ങിൻ്റെ ടീമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നേരെ വണ്ടി കയറ്റാനുള്ളതാണ്. വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് അവസാനം കയറ്റി നോക്കുമ്പോൾ ഇതുപോലെ അവർക്ക് എളുപ്പവും കൂടെ നമ്മൾ നോക്കിയിട്ട് കാല് രണ്ടും കട്ട് ചെയ്ത് ഇതിൽ വെച്ചു. 1 ഇഞ്ച് രണ്ടും വേറെ പീസാക്കി ഉള്ളിൽ കൊള്ളുന്ന വിധത്തിൽ ആക്കി. ഇതാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് സൈറ്റ് എത്തിയിട്ടുള്ളത്. പിന്നെയുള്ള വീഡിയോ ഒക്കെ ചെയ്ത് തീരുമ്പോൾ രാത്രിയായിരുന്നു. അതുകൊണ്ട് വലിയ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല.